വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യവാനായ പടച്ച തമ്പുരാൻ്റെ അടിയാറുകളുടെ സവിശേഷതകൾ വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങളെ ക്ലാസ്സിൽ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഫുർഖാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയുമോ? സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നത് എന്നതാണ്. സത്യവിശ്വാസികൾ എങ്ങനെയാവണം? കാരുണ്യവാനായ തമ്പുരാനിൽ വിശ്വസിച്ച നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ചില ക്വാളിറ്റികളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ സൂറത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലെ ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما صدق الله العلي العظيم. കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ്റെ അടിമകൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ മനുഷ്യരും കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടിമകളല്ലേ? ആണ്. പക്ഷെ അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന് ജീവിതം സമർപ്പിക്കുകയും അവൻ കാരുണ്യവാൻ മാത്രമാണ് എന്ന് ഉൾക്കൊള്ളുകയും ചെയ്ത നമ്മെക്കുറിച്ചാണ് കാരുണ്യവാൻ്റെ അടിമകൾ എന്ന് പറയുന്നത്. ആ കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച നമ്മിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി പറയുന്നത് യംശൂന അലൽ അർളി ഹൗന എന്നാണ്. ഭൂമിയിലൂടെ അവർ വിനയത്തോടു കൂടെ സഞ്ചരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഭൂമിയിൽ അവരുടെ ജീവിതം മുഴുവനും എന്തായിരിക്കും? വിനയം ആയിരിക്കും എന്നർത്ഥം. വിനയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? എളിമ, ലാളിത്യം, അഹങ്കാരമില്ലാത്ത ജീവിതം. ജീവിതത്തിൽ എന്തെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ലഭിച്ചാലും അതൊക്കെ എനിക്കെൻ്റെ പടച്ച തമ്പുരാൻ തന്നതാണ്. ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്തതല്ല. റബ്ബ് എനിക്കതിനുള്ള കഴിവ് തന്നു, ഞാൻ പരിശ്രമിച്ചു, അവൻ എനിക്ക് തന്നു. ആ രീതിയിലായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളിലുമുള്ള നമ്മുടെ സമീപനം എന്ന് പറയുന്നത്. എന്നാൽ നേരെ ഇതിൻ്റെ എതിരെന്തായിരിക്കും? കിബറായിരിക്കും, അഹങ്കാരമായിരിക്കും. ഞാൻ എല്ലാം നേടിയെടുത്തു, ഞാൻ എല്ലാവരേക്കാളും ശ്രേഷ്ഠനാണ്. ചില ആളുകൾക്ക് അധികാരം കിട്ടിയാൽ അവർ പറയത്രേ, ഞാൻ പടച്ചവനാണ്, പടച്ചവനേക്കാൾ ഉന്നതനാണ് എന്നൊക്കെ പറഞ്ഞു പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് അൽ കിബിരിയ ഉരിദായി, അഹങ്കാരം, കിബിർ എന്ന് പറയുന്നത്, അഹന്ത എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് മാത്രം ധരിക്കാൻ പറ്റിയ കോട്ടാണ് എന്നർത്ഥം. അതൊരിക്കലും സൃഷ്ടികളാകുന്ന നമ്മൾ അണിയാൻ പാടില്ല. അതൊരു പൊതു തത്വമാണ്. ഞാനത് തീരെ അണിയുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടിമ. ഇങ്ങനെ വിനയം കാണിക്കാൻ കഴിയോ നമുക്ക് എന്നാലോചിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കാത്തതായിട്ട് എന്താണുള്ളത്? നിങ്ങൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മുടെ 2026 ഫിഫ വേൾഡ് കപ്പ് നടന്നു അല്ലേ? സ്പെയിനും അർജൻറ്റീനയും തമ്മിലായിരുന്നു കളി. ആ കളിയിൽ വിജയിച്ചപ്പോൾ ലോക കിരീടം നേടിയ സ്പെയിനിൻ്റെ ജേതാക്കൾ തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കപ്പ് നഷ്ടപ്പെട്ട അർജൻറ്റീന ടീം എന്ത് ചെയ്തു? സ്പെയിനിൻ്റെ ആളുകളെ ആക്രമിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. ആ സമയത്ത് 19 ജേഴ്സി നമ്പർ അണിഞ്ഞ ലമിൻ യമാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്താ ചെയ്തത്? ഒരു ഭാഗത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഇടപെടാതെ ഒരു ഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, സുജൂദ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വിജയം വരുന്ന സമയത്ത് അഹങ്കരിക്കാതെ വിനയാനിതരായി ജീവിക്കാൻ കഴിയുമെന്ന് ആ ഒരു ഫുട്ബോൾ പ്ലെയറെ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? അപ്പോൾ നമുക്കങ്ങനെ ആയിക്കൂടെ? തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാം. ആരെയായിരുന്നു? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ആ ഖലീഫ ഭരണം കിട്ടിയ ഉടനെ തന്നെ നടത്തിയ പ്രസംഗം എന്താണെന്നറിയോ? ഞാൻ നിങ്ങളെക്കാൾ ഉത്തമൻ അല്ല, വലിയവൻ അല്ല,
എല്ലാം അറിയുന്ന, എല്ലാം തികഞ്ഞ ഒരാളല്ല. ഞാൻ നിങ്ങളെന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഖലീഫ ആയതാണ്. ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ മുന്നോട്ട് നയിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, നിങ്ങളെങ്ങാനും വഴി തെറ്റിയാൽ ഞങ്ങൾ വാളുകൊണ്ട് നിങ്ങളെ ശരിയാക്കുന്നു. അപ്പോൾ അധികാരം കിട്ടിയാലും എന്തെല്ലാം സൗഭാഗ്യങ്ങൾ വന്നാലും വിനയാനിതരാകാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. മക്ക വിജയവേളയിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ജന്മനാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനം മക്ക വിട്ട് മദീനയിലേക്ക് പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായി. പ്രവാചകൻ തിരുമേനി അവസാനം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നുണ്ട്. മക്കയിലെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സ് മാറുന്നുണ്ട്. എന്നാലും കുറേ ആളുകളുടെ മനസ്സ് മാറാതിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊക്കെ പേടിച്ച് വിറച്ച് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. പ്രവാചകൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ സ്വതന്ത്രരായി ജനിച്ചവരാണ്, നിങ്ങൾക്കൊക്കെ സ്വതന്ത്രരായിട്ട് ജീവിക്കാം. എത്ര വലിയ വിനയമാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണിക്കുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ വിനയത്തെക്കുറിച്ച് ഒരു ചരിത്ര സംഭവം കൂടെ പറഞ്ഞിട്ട് ആ വിഷയം അവസാനിപ്പിക്കാം കേട്ടോ. ഇബ്രാഹിമിനു അദ്ഹം എന്ന് പറയുന്ന മഹാനായൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പണ്ഡിതനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ പണ്ഡിതനായത്? നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ വിനയമുള്ള ഒരാളായി മാറിയത്? എല്ലാവരോടും നല്ല സൗമ്യശീലനാണല്ലോ താങ്കൾ, എങ്ങനെ താങ്കൾക്ക് അതിന് സാധിക്കുന്നു? അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ അള്ളാഹുവിൻ്റെ എല്ലാ വിധികളും വിലക്കുകളൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇസ്ലാമിനെ കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ കുറച്ച് കാശ് എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ അടിമകളെ വിൽക്കുന്ന ചന്തയിലേക്ക് പോയിട്ട് ഒരടിമയെ വാങ്ങിപ്പോന്നു. അങ്ങനെ ഞാൻ അടിമയും കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന അടിമയോട് ഞാൻ ചോദിച്ചു, സഹോദരൻ, നിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പേരില്ല, യജമാനൻ എന്ത് വിളിച്ചാലും വിളി കേൾക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിനക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ആഹാരമാണ് തരേണ്ടത്? അപ്പോൾ അടിമ പറഞ്ഞു, യജമാനന് ഇഷ്ടമുള്ളത് തരാൻ ഞാനത് കഴിച്ചോളാം. എനിക്ക് ആഹാരത്തിൽ പ്രത്യേകിച്ച് നിഷ്ഠയൊന്നുമില്ല, ഇന്നത് തിന്നാവൂ എന്നൊന്നുമില്ല, വാശിയൊന്നുമില്ല, എന്ത് തന്നാലും ഞാൻ തിന്നോളാം. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഈ പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾക്ക് വസ്ത്രം വേണമല്ലോ, ഞാൻ ഏത് തരം വസ്ത്രമാണ് നിങ്ങൾക്ക് തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ അടിമ പറഞ്ഞെന്താ അറിയോ? എനിക്ക് അതിലും പ്രത്യേകിച്ച് കാഴ്ചപ്പാടുകളൊന്നുമില്ല, യജമാനൻ എന്ത് തന്നാലും ഞാനത് ധരിച്ചു കൊള്ളാം. ഈ അടിമയുടെ വാക്ക് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി. എന്താ ചിന്തിച്ചു പോയത്? അടിമയായൊരു മനുഷ്യൻ, അള്ളാൻ്റെ അടിമയായൊരു മനുഷ്യനായ ഞാൻ, എന്നോട് എൻ്റെ അടിമയായൊരു മനുഷ്യൻ എത്രത്തോളം സ്നേഹത്തിലാണ് പെരുമാറുന്നത്. എൻ്റെ ഇഷ്ടം അയാളെ ഇഷ്ടം, എൻ്റെ താല്പര്യം അയാളെ താല്പര്യം, ഞാൻ എന്തു പറഞ്ഞാലും അയാൾ കേൾക്കാനും അനുസരിക്കാനും തയ്യാർ. ഇങ്ങനെയുള്ള ഞാൻ എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന പടച്ചവനോട് വിനയം കാണിക്കേണ്ടതില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെയാണ് ഞാൻ വിനയാനിതനായി മാറിയത് എന്ന് ഇബ്രാഹിമിനു അദ്ഹം റഹ്മഹുല്ല പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വിനയാന്വിതരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.